ഹായ് ഡിയർ, വെൽക്കം ടു മൈ ചാനൽ മാജിക് മൂൺ ടാറ്റ റീഡിംഗ് ബൈ അമ്മു. സോ ഇന്ന് നമ്മുടെ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴും പറയുന്ന പോലെ ജനറൽ റീഡിംഗ് ആണ്. റെസിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. ജനറൽ റീഡിംഗ് ബേസ് ചെയ്ത് ആക്ഷൻ എടുക്കരുത്. നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ, ദി കറൻറ്റ് ഇൻറ്റൻഷൻ ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. ഓക്കെ, വി ഹാവ് ദ ചാരിയറ്റ് കാർഡ്, ഫൈൻ, ദ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾ, ദ 6 ഓഫ് സോർഡ്, ദ 4 ഓഫ് വാണ്ട്സ്, 10 of Pentacle. Again, the ചാരിയറ്റിൽ തുടങ്ങി ചാരിയറ്റിൽ എൻഡപ്പാകുന്ന ഒരു രീതിയിലുള്ള ഒരു എനർജി. നൈസ്. നമുക്ക് ഈ ഒരു സെറ്റും കൂടി നമ്മൾ ഇന്ന് എടുക്കുന്നുണ്ട്. വി ഹാവ് ട്വിൻ ഫ്ലെയിം റെക്കഗ്നേഷൻ. ട്വിൻ ഫ്ലെയിം ഈസ് നോട്ട് റെഡി. ഓക്കെ, യു ആർ ബ്യൂട്ടിഫുൾ. Twin flame separation, connect with music, bottom of the deck, patience card. കാർഡ്സ് ഒക്കെ വെച്ച് നമുക്ക് പറയാവുന്നത് ആ ഒരു പേഴ്സൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്നുള്ള രീതിയിലേക്ക് ആദ്യം നമ്മൾ നോക്കുകയാണ്. തീർച്ചയായിട്ടും ആ ഒരു പേഴ്സണ് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് കാണിക്കുന്നത്. വളരെ എനർജി കുറച്ച് കുറവായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. സ്റ്റിൽ ആ ഒരു പേഴ്സൺ പല സത്യങ്ങൾ തേടിയിട്ടുള്ള ഒരു യാത്ര പോലെ, അല്ലെങ്കിൽ ഒരു സത്യങ്ങൾ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് ഇവിടെ കൂടുതലായിട്ടും കാണിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പേഴ്സണ് നിങ്ങളുടെ ഒരു ഫാമിലി കൈൻഡ് ഓഫ് അറ്റാച്ച്മെൻറ്റ് ഈ ഒരു സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെ നമുക്കിവിടെ പറയാൻ പറ്റും. മേ ബി ഇവിടെ ഒരുപാട് ആൾക്കാർ എന്ന് പറയുന്നത് നോ കോണ്ടാക്റ്റിൽ പോയിട്ട് ഒരുപാട് മന്തുകളായിട്ടുണ്ടാകും. മേ ബി 6-7 months ഓർ 1 year കാണിക്കുന്നുണ്ട്. ദ 10 month 10 days ഒക്കെ ആയിട്ടുണ്ടാകാം, 4 month. അതുപോലെ തന്നെ ആ ഒരു ടൈമിൽ ആ ഒരു പേഴ്സൺ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള രീതിയിലേക്കാണ്, അല്ലെങ്കിൽ ഒരു എനർജിയാണ് കാണിക്കുന്നത് എന്നുള്ളതാണ്. രണ്ട് കാര്യങ്ങളുടെ ഇടയിൽ സ്റ്റക്കായി നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഒരു സിറ്റുവേഷനിൽ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു പേഴ്സൻ്റെ 100% കൊടുക്കാനും പറ്റുന്നില്ല, മറ്റേ സിറ്റുവേഷനിൽ മാത്രമായിട്ടൊരു തീരുമാനം എടുക്കാനും പറ്റുന്നില്ല. അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ പെട്ടുപോകുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ ഇതിൽ നിന്നും മാറി ഒരു തീരുമാനമെടുക്കണം എന്നുള്ള രീതിയിലേക്ക് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. നമുക്ക് നോക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്നും എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. വി ഹാവ് ദ വീൽ ഓഫ് ഫോർച്യൂൺ. ഓക്കെ, ദ ക്യൂൺ ഓഫ് മോൺസ്. ഓക്കെ, ആ ഒരു പേഴ്സണെ സംബന്ധിച്ചെന്ന് പറയുന്നത് നിങ്ങളും വളരെ മൗനമായിട്ട് നിൽക്കുന്നതായിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ പണ്ടത്തെ, അല്ലെങ്കിൽ നോർമലി കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ പണ്ടത്തെ ആ ഒരു റിലേഷൻഷിപ്പിൽ എടുക്കുന്ന എഫേർട്ടൊന്നും എടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ പേഴ്സൺ മനസ്സിലാക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോവുകയാണ്. അതിനിപ്പം നിങ്ങൾ എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. കാരണം നിങ്ങൾ മുന്നേ എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സണ് കൂടുതൽ എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറി നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ള രീതിയിലേക്കാണ് ആ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു പേഴ്സണ് കിട്ടാത്തൊരു കാര്യം നിങ്ങൾക്ക് കിട്ടുമ്പം ഇവിടെ കൂടുതലായിട്ടൊരു ഹാപ്പിനെസ്, ഒരു പേഷ്യൻസ് ആയിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു പേഴ്സണ് ഭയങ്കര അധികം ഒരു ദേഷ്യം മാതിരിയുള്ള ഒരു കാര്യമാണ്. കാരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഒരു തരം ഒരു സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. പക്ഷേ നിങ്ങളെ നോക്കുന്ന സമയത്ത് നിങ്ങൾ വളരെ ഹാപ്പിനെസ്, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകുന്നു. അങ്ങനെയൊക്കെ കാണുമ്പോൾ ഈ ഒരു പേഴ്സൺ കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ അടുക്ക അവസരങ്ങൾ ഉണ്ടായിട്ടും നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ, നിങ്ങൾ അല്ലെങ്കിൽ ഒരു എഫേർട്ട് എടുക്കാതെ നിങ്ങൾ മാറി നിൽക്കുന്നത് ആ ഒരു പേഴ്സൺ അത്രമേൽ അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റാത്തൊരു രീതിയിലുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത്. നമുക്ക് കിട്ടിയതെന്ന് പറയുന്നത് ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീലിങ്സിൽ നിന്നും മനഃപൂർവ്വം മാറി ഒളിക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കൂടുതലായിട്ടും. കാരണം ഒരിക്കലും നിങ്ങളോട് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ നിങ്ങളോട് സ്നേഹമുണ്ട്, തീർച്ചയായിട്ടും ഒരു പേഴ്സൻ്റെ സ്നേഹമുണ്ട്. പക്ഷേ എന്തോ ഒരു സിറ്റുവേഷന് വേണ്ടി അങ്ങനെയല്ല, അല്ലെങ്കിൽ ഏതോ ഒരു പേഴ്സണിന് വേണ്ടി അങ്ങനെയല്ല, മനഃപൂർവ്വം അതിൽ നിന്ന് മാറി ഒളിക്കാൻ ശ്രമിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു എനർജിയാണ് ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം എങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥ. മേ ബി ഇതിനു മുന്നേ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് പേഴ്സൻ്റെ ലൈഫിൽ നിങ്ങളായിരിക്കും ഒരുപാട്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ കൂടെ ഒരു താങ്ങായി തണലായിട്ട് ഉണ്ടായിട്ടുണ്ടാവുക എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ആ ഒരു പേഴ്സൺ എല്ലാം ഒറ്റയ്ക്ക് ഫേസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലൂടെയാണ് കാണിക്കുന്നത്. അതൊരിക്കലും ആ ഒരു പേഴ്സണോട് സ്വീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു എനർജി ഒരിക്കലും ആക്സെപ്റ്റ് ആക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത്.
നമുക്ക് നോക്കാം ആ ഒരു പേഴ്സൻ്റെ എനർജി എന്താണ് എന്നുള്ളത്. We have the King of Wands, okay, the Hermit card, okay, the King of Swords, one card, okay. വേണമെങ്കിൽ ഈ ഒരു പേഴ്സൺ ഈ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എഫേർട്ട് എടുക്കാൻ തയ്യാറാണ്. പക്ഷെ അതേപോലെ തന്നെ കുറച്ച് ആൾക്കാരെ സംബന്ധിച്ചെന്ന് പറയുന്നത് വേണ്ട, കുറച്ചും കൂടി വെയിറ്റ് ചെയ്ത് നിൽക്കാം. ഇപ്പോൾ എന്ന് പറയുന്നത് എന്താണ് റിയാലിറ്റി, എന്താണ് അല്ലെങ്കിൽ എന്താണ് സത്യം എന്താണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുക. അല്ലെങ്കിൽ ഒരു രണ്ട് തീരുമാനം അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഒരേപോലെ ബാലൻസ് ചെയ്യാൻ ശ്രമിച്ച ഒരു വ്യക്തിയായിരിക്കാം. അത് ചില ആൾക്കാർക്ക് രണ്ട് പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ രണ്ട് സിറ്റുവേഷൻ ആകാം. അത് ഓരോ ആൾക്കാർക്കും ഓരോരോ സിറ്റുവേഷൻ ബേസ്ഡ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ ആ ഒരു പേഴ്സണിൻ്റെ ഒരു എനർജി പ്രകാരം എന്ന് പറയുന്നത് കുറച്ച് ഹാർഡ് വർക്കിംഗ് ആണ്. പക്ഷെ ആ ഒരു ഹാർഡ് വർക്കിംഗ് ബേസ് ചെയ്ത് ആ ഒരു പേഴ്സണ് ഒരു വരുമാനം അല്ലെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിലുള്ള ഒരു ഇൻകം ഔട്ട്കം ഒന്നും കിട്ടുന്നില്ല എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ഡൗൺ എല്ലാത്തിനും ലൈഫിൽ ഉണ്ടാവുമല്ലേ, ഒരു കയറ്റവും ഇറക്കം എന്ന് പറയുന്നത്. ഈ ഒരു പേഴ്സണ് ഈ ഒരു സിറ്റുവേഷനിൽ ഒരു ഇറക്കം വന്ന സമയത്ത് അതൊരിക്കലും അത് ആക്സെപ്റ്റ് ആക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും അതിൽ നിങ്ങളെയും കുറിച്ച് ഓർക്കുന്നുണ്ട്. നിങ്ങളുടെ ഭാഗത്തുനിന്നും ആ ഒരു പേഴ്സൺ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിലുള്ള ഒരു റെസ്പോൺസ് അല്ല. നേരെ മറിച്ച് ആ ഒരു പേഴ്സൻ്റെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ കരിയർ റിലേറ്റഡ് ആയിട്ടാണെങ്കിൽ പോലും എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊന്നും അല്ല നടക്കുന്നത്. ഇതൊക്കെ വെച്ച് ചിന്തിക്കുമ്പോൾ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയിലാണ് പേഴ്സൺ ഇപ്പം ഉള്ളത്. തീർച്ചയായിട്ടും പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. മേ ബി നമുക്ക് നോക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും എഫേർട്ട് എടുക്കുന്നുണ്ടോ. വി ഹാവ് ദ ഹൈ പ്രീസ്റ്റസ് കാർഡ്, ഓക്കെ. നിങ്ങളുടെ കാര്യത്തിൽ ഓർക്കുമ്പോഴും ആ ഒരു പേഴ്സൺ ഒരുപാട് വേദന എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരുപാട് ഒരു ക്ലാരിറ്റി കിട്ടാറ് നിങ്ങൾ എന്താണെന്നുള്ളതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് തീരുമാനം എടുക്കും എന്നുള്ള ഇപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥയിലൂടെയാണ് പേഴ്സൺ കടന്നു പോകുന്നത് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഇവിടെ 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 നമുക്ക് നേരത്തെ ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട്, നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം റെഡി അല്ല എന്നുള്ളത്. അതെന്ന് വെച്ചാൽ ആ ഒരു പേഴ്സൺ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിനേക്കാൾ കൂടുതൽ മേ ബി പലരും പറഞ്ഞത് കൊണ്ടിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ ആകാം. കുറച്ച് ആൾക്കാരെ സംബന്ധിച്ച് ആ ഒരു കാരണം ആ ഒരു രീതി ഒന്ന് മാറ്റി വരണം, ചില കാര്യങ്ങൾ തിരിച്ചറിയണം എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത്. കുറച്ച് ആൾക്കാരെ സംബന്ധിച്ച് ട്വിൻ ഫ്ലെയിം റെക്കഗ്നേഷനാണ്. ഈ ഒരു സമയത്തിന് ശേഷം ആ ഒരു പേഴ്സൺ നിങ്ങളുടെ വില മനസ്സിലാക്കുന്നു, ഒരു ബാലൻസ് കണ്ടെത്താൻ ശ്രമിക്കുന്നു, ഒരു ആക്ഷൻ നിങ്ങൾക്ക് വേണ്ടി എടുക്കാൻ ചാൻസ് വളരെ പോസിബിലിറ്റീസ് കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് തേർഡ് കാർഡ് കിട്ടിയത് കണക്ട് വിത്ത് മ്യൂസിക് എന്നുള്ളൊരു കാർഡാണ്. താങ്ക് യു ഏഞ്ചൽസ് ഫോർ ഇൻസ്പയറിങ് മീ ത്രൂ മ്യൂസിക്. ചില മ്യൂസിക്കൊക്കെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു പേഴ്സണും ചിലപ്പോൾ നിങ്ങളോട് കുറച്ച് കണക്ഷൻ കൂടുന്നതായിട്ടാണ് കാണിക്കുന്നത്. മേ ബി നിങ്ങൾ നല്ലോണം പാട്ട് പാടുന്നവരൊക്കെ ആണെങ്കിൽ ചില മ്യൂസിക്കൊക്കെ കാണുന്ന സമയത്ത് ആ ഒരു പേഴ്സൺ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് മ്യൂസിക്കുമായിട്ട് കുറേ ആൾക്കാരെ സംബന്ധിച്ച് കണക്ഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ഇപ്പോൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. സെപ്പറേഷനിലൂടെ ആയിരിക്കാം കുറേ ആൾക്കാരെ കാണിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് പോകുന്നത്. ബട്ട് സ്റ്റിൽ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ ഒരു ലൈഫിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ മാറ്റി നിർത്തുക എന്നുള്ള അർത്ഥമില്ല. ചില കാര്യങ്ങൾ ഇവിടെ നമുക്ക് ഈ ചിത്രം നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ഒരു ഏഞ്ചലും അതുപോലെ തന്നെ അവരുടെ ഒരു പെയറും, അവർ രണ്ടുപേരും രണ്ട് സൈഡിൽ വളരെയധികം ഒരു വിഷമത്തോടെ നിൽക്കുകയാണ് അല്ലേ. തീർച്ചയായിട്ടും അവർക്കും ഒരു ഹോപ്പുണ്ട്, എന്തായാലും എന്തെങ്കിലും ഇവർ തമ്മിലുള്ള ഒരു ജോയിനിങ് ഉണ്ടാവും എന്നുള്ളത്. കാരണം രണ്ടുപേരും നല്ല മിസ്സിങ് എനർജി തന്നെയാണ്. തീർച്ചയായിട്ടും ഇതേമാതിരിയുള്ള ഒരു എനർജിയിലാണ് ആ ഒരു പേഴ്സണും നിങ്ങളും ഉണ്ടാവുക. മേ ബി നിങ്ങളെക്കാൾ കൂടുതൽ കുറച്ചും കൂടി അധികം എനിക്ക് ആ ഒരു പേഴ്സൻ്റെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. പക്ഷേ ഈഗോ അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ ചില പേഴ്സൺസിനെ ഭയക്കുന്നത് കൊണ്ട് ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് ആ ഒരു പേഴ്സൺ കാര്യങ്ങൾ നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. ബട്ട് സ്റ്റിൽ നിങ്ങൾ എന്താണെന്ന് അറിഞ്ഞത് ആ ഒരു പേഴ്സൺ മാത്രമാണ്. അതുകൊണ്ട് എത്ര തെറ്റിദ്ധാരണകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ടെങ്കിലും ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരുടെയും സംബന്ധിച്ച് അല്ലെങ്കിൽ അതൊക്കെ മാറ്റി വരും എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. ഇവിടെ ബോട്ടം മുതലൊക്കെ നമുക്ക് പേഷ്യൻസ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ദിസ് സിറ്റുവേഷൻ റിക്വയേഴ്സ് മോർ ടൈം. കുറച്ച് ആൾക്കാരെ സംബന്ധിച്ച് ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിലുള്ള ഒരു
മിസ്അണ്ടർസ്റ്റാൻഡിങ് മാറണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം നിങ്ങളുടെ എനർജി എന്താണ് ഇപ്പോൾ ഈ ഒരു ടൈം ആഗ്രഹിക്കുന്നത് എന്നുള്ളത്. വി ഹാവ് ദ ജഡ്ജ്മെൻറ്റ് കാർഡ്. ഓക്കെ, ദ ക്യൂൺ ഓഫ് പെൻഡക്കിൾ, ദ 5 ഓഫ് സോർഡ്, ടെമ്പറൻസ് കാർഡ്, ചാരിയറ്റ് കാർഡ് ആസ് എ ബോട്ടം ഓഫ് ദ ഡെക്ക്. ഓക്കെ, ഇവിടെ പറയാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൻ്റെ അല്ലെങ്കിൽ പേഴ്സണിന് വേണ്ടി ഒരു എഫേർട്ട് എടുക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇവിടെ ഒരുപാട് ബ്ലോക്കായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. മേ ബി ആ ഒരു പേഴ്സൺ ബ്ലോക്ക് ആക്കിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഗ്രോത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു പേഴ്സണിന് മാറ്റം ഉണ്ടാവില്ല എന്ന് കാണിച്ചുകൊണ്ട് റിപ്പീറ്റ് ചെയ്തിട്ട് ഒരു ടോക്സിക് സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് കാണുന്നതുകൊണ്ട് നിങ്ങളൊന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്തതായിരിക്കാം. ഒരു റിയലൈസേഷൻ പീരീഡിലൂടെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു പേഴ്സണെക്കാട്ടി കൂടുതൽ എനിക്ക് എൻ്റെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു എനർജീസാണ് എനിക്കിവിടെ കൂടുതൽ വൈബ് ചെയ്യുന്നത്. ഓക്കെ, കാരണം സിറ്റുവേഷനിൽ ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് ഒരുപാട് അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തി പോയിട്ടുണ്ടാകാം, ചീറ്റിംഗ് ചെയ്ത് പോയിട്ടുണ്ടാകാം, അതുപോലെ തന്നെ നിങ്ങളെ മനസ്സിലാക്കാതെ പോയി എന്നുള്ളതാണ് കൂടുതൽ. നിങ്ങൾക്ക് ഇത്രയും ഒരു ടൈമിൽ ആ ഒരു പേഴ്സണ് ആരും ഇല്ലാത്ത സമയത്ത് കൂടുതൽ ഒരു കാവലായിട്ട് അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് എന്നുള്ള രീതിയിൽ നിങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അതുപോലും മനസ്സിലാക്കാതെ നിങ്ങൾക്കൊരാവശ്യം വരുന്ന സമയത്ത് ആ ഒരു പേഴ്സൺ നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഓർത്തിട്ട് നിങ്ങൾ വളരെയധികം വിഷമത്തോടെ അല്ലെങ്കിൽ യൂണിവേഴ്സിനോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം. അതൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ കാണിക്കുകയെന്ന് പറയുന്നത് ഒരുപാട് വാണ്ട്സ് എനർജി, ഒരു പാഷൻ ആ ഒരു നിങ്ങളുടെ മൈൻഡിലുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റിംഗ് ആണ്. ആ ഒരു പേഴ്സൺ ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് വരികയാണെങ്കിൽ ഓക്കെ, ആക്സെപ്റ്റബിൾ ആണ്. അല്ലാതെ ഈ രണ്ട് വഞ്ചിയിൽ കാല് വെക്കുക അല്ലെങ്കിൽ ഒരു ആക്ഷൻ ഇല്ലാതെ നിൽക്കുക, ഇതിലോടൊന്നും നിങ്ങൾക്ക് വലിയ താല്പര്യമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വീണ്ടും അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിൽ നിങ്ങളുടെ സെൽഫ് കെയറിലേക്ക് തന്നെ പോകുന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് പറയാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഗ്രോത്തിനാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങളുടെ എനർജി ക്രേവ് ചെയ്യുന്നതും നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മേ ബി നിങ്ങളുടെ ഹാപ്പിനെസ്സിന് വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കൂടുതലായിട്ട് കാണിക്കുന്നത്. നമുക്കിനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കാർഡ്സ് എടുത്ത് നോക്കാം. We have the think twice card. You can do this. Very good. തിങ്ക് ട്വൈസ് എന്ന് പറയുന്നത് 2 തവണ ചിന്തിക്കൂ എന്ന് കാണിക്കുന്ന കാർഡാണ്. സംതിങ് ഈസ് നോട്ട് ടു യുവർ ഹൈയസ്റ്റ് ഗുഡ്. ചില കാര്യങ്ങൾ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് തന്നെ ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. ഒരു ചിന്തിച്ച് മാത്രം ആക്ഷൻ എടുക്കാൻ നിൽക്കുക എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ എടുത്ത് ചാടി എടുക്കുന്ന തീരുമാനം ചിലപ്പം നെഗറ്റീവായിട്ടില്ല, അല്ലെങ്കിൽ ഡിവൈൻ ടൈമിംഗ് എന്നുള്ളൊരു കാര്യമുണ്ടല്ലേ. അപ്പം കുറേ ആൾക്കാരെ സംബന്ധിച്ച് അത് വെയിറ്റിംഗ് ആണ് കാണിക്കുന്നത്. ഓൾറെഡി പറഞ്ഞു, ക്ഷമയോടെ കാത്തു നിൽക്കുക എന്നുള്ളത് കുറേ ആൾക്കാരെ സംബന്ധിച്ച് മേ ബി ലെറ്റ് ഗോ ചെയ്തവർ വെയിറ്റ് ചെയ്യണം എന്നല്ല പറയുന്നത്. അങ്ങനെ ഉള്ളവർ നിങ്ങളുടെ ഗ്രോത്തിന് ഫോക്കസ് ചെയ്യുക, നിങ്ങളുടെ ഹാപ്പിനെസ്സിനെ ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്കുള്ള പേഴ്സൺ നിങ്ങളെ തേടി വരും എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. സെക്കൻഡ് കാർഡ് യു ക്യാൻ ഡൂ ദിസ് എന്നാണ് കാണിക്കുന്നത്. യു ആർ സോ മച്ച് സ്ട്രോങ്ങർ ദാൻ യു തിങ്ക്. നിങ്ങൾ ചിന്തിക്കുന്നതിലപ്പുറം നിങ്ങൾ വളരെ പവർഫുള്ളാണ്. നിങ്ങൾക്കൊരു സിറ്റുവേഷനിൽ നിന്നും മൂവ് ഓൺ ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു, ആ ചിന്ത അങ്ങ് മാറ്റി വയ്ക്കുക. ഓക്കെ, നിങ്ങൾക്ക് പറ്റും. നിങ്ങൾക്ക് പറ്റാതെ നിങ്ങൾക്ക് ആർക്കാ പിന്നെ പറ്റുക? നിങ്ങൾക്ക് നിങ്ങളെ അല്ലെങ്കിൽ കെയർ ചെയ്യുന്ന പോലെ വേറെ ആരാ നിങ്ങളെ മനസ്സിലാക്കുക? ഇതൊക്കെയാണല്ലോ ഇമ്പോർട്ടൻറ്റ്. അപ്പം ഇങ്ങനെയാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്കുള്ള 2 ഗൈഡൻസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ആ ഒരു പേഴ്സണോട് ഫീലിങ്സ് നമുക്ക് നോക്കാം. വി ഹാവ് ദ ജസ്റ്റിസ്. കുറേ ആൾക്കാർ ഇവിടെ ജസ്റ്റിസ് ആണ് ആഗ്രഹിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ ഒരിക്കലും നിങ്ങൾ ഹാപ്പിനെസ് അറിഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ചാൻസ് കൊടുത്തിട്ടുണ്ടാകാം. ഇനി എനിക്ക് ഈ ഒരു രീതിയിലേക്ക് ഞാൻ അട്രാക്റ്റ് ചെയ്യുന്നത് ഒരു 10 ഓഫ് കപ്സ് പോലെ, 10 ഓഫ് പെൻഡക്കിൾസ് പോലെ ഒരു ഹാപ്പി ഫാമിലിയാണ്. കാരണം ഞാൻ എപ്പോഴും ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ല, എനിക്കെപ്പോഴും വേദന മാത്രമല്ല ഡിസേർവ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ഹാപ്പിനെസ് കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ കുറച്ച് ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിക്കുന്ന ജസ്റ്റിസ് എനിക്ക് യൂണിവേഴ്സിൽ കിട്ടണം എന്നുള്ള രീതിയിലേക്ക് കാണിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ ആഗ്രഹിക്കുന്ന ജസ്റ്റിസ് എന്താണെന്ന് എനിക്കിവിടെ അത്രമേൽ അങ്ങനെ എടുത്ത് കാണിക്കുന്നില്ല, കാരണം ഒരുപാട് എനർജി കാണുന്നതുകൊണ്ടായിരിക്കാം. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർ മാനിഫെസ്റ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു ഹാപ്പി ഫാമിലി തന്നെയാണ്. ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ഒരു റീയൂണിയൻ തന്നെയാണ്. ഹൈറഫൻ കാർഡ് ഇവിടെ പറയുന്ന ഒരു സ്പിരിച്വൽ സപ്പോർട്ടിൻ്റെ ഒരു ഹെൽപ്പ് നിങ്ങൾ വളരെയധികം
എടുക്കുന്നു എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത്. അത് മേ ബി നിങ്ങൾ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം, കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം. അതിനുള്ള മറുപടിയായിട്ടാണ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ നിങ്ങളുടെ അടുക്ക എത്തുന്നത്, നിങ്ങളുടെ ദൈവങ്ങൾ നിങ്ങളുടെ മറുപടി തരുന്നു എന്നുള്ള രീതിയിലേക്ക് കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കുള്ളൊരു ഹാപ്പി ഫാമിലിയാണ് ഇനി നിങ്ങൾക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്നുള്ള രീതിയിലേക്കാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നിങ്ങൾക്കുള്ള ഗൈഡൻസ്, ഈ ഒരു പേഴ്സണിൽ നിന്നും നിങ്ങളൊരു ജസ്റ്റിസ് ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി ഒരു ക്ലാരിഫിക്കേഷൻ ആയിരിക്കാം, ഒരു നിങ്ങൾ ആഗ്രഹിച്ച ചോദ്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ ഞാനിനി എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചോദ്യമായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് മേ ബി ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിലായിരിക്കൂലേ ജസ്റ്റിസ് വേണമെന്ന് ആഗ്രഹിക്കുന്നത്. നമുക്കിനി നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. വി ഹാവ് ദി 6 ഓഫ് പെൻഡക്കിൾ, ഓക്കെ, 10 ഓഫ് പെൻഡക്കിൾ. ഓക്കെ, ഇവിടെ ഗൈഡൻസ് എന്നുള്ള രീതിയിൽ പറയാന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു സിറ്റുവേഷനിലും ഒരാളും ഡിപ്പെൻഡൻ്റ് ആവരുത്. മേ ബി നിങ്ങൾക്കത് ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്കത് ഹാപ്പിനെസ് തരുന്നില്ല, എപ്പോൾ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ മാത്രമാണ് ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ പ്ലീസ് ഡിയർ സ്റ്റെപ്പ് ബാക്ക്, അല്ലേ? കാരണം എന്താണ്? കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തും അത് വളരെ പ്രധാനമാണ്. കാരണം നിങ്ങൾ വളരെയധികം ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്, വളരെ ഒരു ലൈറ്റ് ഹേർട്ടഡ് ആയിട്ടുള്ള പേഴ്സണാണ്. അതുകൊണ്ട് തന്നെ പലരും പറഞ്ഞു പറ്റിച്ചാൽ പോലും ചിലപ്പോൾ നിങ്ങൾ ചാൻസ് കൊടുത്തെന്ന് വരും. കാരണം എന്താ, നിങ്ങൾ അത്രയും ആ ഒരു പേഴ്സണെ കെയർ ചെയ്യുന്നുണ്ടാകാം. ഇവിടെ നിങ്ങൾ 10 ഓഫ് പെൻഡക്കിൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ പറയുന്ന ഒരു ഹാപ്പി ഫാമിലിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഫോക്കസ് ഓൺ യുവർ സെൽഫ്. ഫസ്റ്റ് നിങ്ങളെ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാനാണ് ഇവിടെ ആദ്യമേ പറയുന്നത്. ദെൻ ഗോ ഫോർ എ സിറ്റുവേഷൻ, പേഴ്സൺ ഓർ എനിത്തിങ്. പക്ഷേ നിങ്ങൾക്ക് റൈറ്റ് അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും അങ്ങോട്ട് പോയി വീണ്ടും നിങ്ങളുടെ എനർജി വേസ്റ്റ് ആക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല. കാരണം അത് ചിലപ്പോൾ നിങ്ങളെടുക്കുന്ന ഒരു റോങ് ഡിസിഷൻ ആയിരിക്കും. മേ ബി ആ ഒരു പേഴ്സൺ നിങ്ങളെ മനസ്സിലാക്കി വരും എന്നാണെങ്കിൽ നിങ്ങൾക്ക് 101% ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്കതും കൊണ്ട് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഒരു റിയലൈസേഷൻ പീരീഡിൽ തീർച്ചയായിട്ടും ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് മാനിഫെസ്റ്റ് എടുത്തോളാനാണ് യൂണിവേഴ്സൽ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. അത് കിട്ടാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഇവിടെ തിങ്ക് ട്വൈസ് എന്നുള്ള കാർഡ് നമുക്ക് നേരത്തെ ഓൾറെഡി വന്നിട്ടുണ്ടല്ലേ. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അത് ആക്ച്വലി നിങ്ങൾക്ക് ഡിസേർവ്ഡ് ആയിട്ടുള്ള, നിങ്ങൾക്ക് അർഹിച്ചൊരു കാര്യം തന്നെയാണെന്നും കൂടി ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓക്കെ, ചില കാര്യങ്ങൾ എൻ്റെപ്പായി പോയത് നിങ്ങളുടെ മോശമായിട്ട് കണക്കാക്കരുത്, അല്ലെങ്കിൽ ഞാൻ ഭാഗ്യമല്ല ആ കാര്യത്തിന് എന്നോർത്ത് ഒരിക്കലും വിഷമിക്കരുത്. കാരണം അതിനേക്കാൾ ഒരു മികച്ച ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സോ ഗൈസ്, ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. ഹോപ്പ് നിങ്ങൾക്കിത് ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത റീഡിംഗ് കാണുന്നവരെ ബൈ.